Okay. So effect of temperature and doping on mobility ആണ് നമ്മൾ ടോപ്പിക്ക്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു, മൊബിലിറ്റി ഓഫ് കാരിയേഴ്സ് പറഞ്ഞു, കണ്ടക്ടിവിറ്റി ഓഫ് കാരിയേഴ്സ് പറഞ്ഞു, സെമി കണ്ടക്ടേഴ്സ് പറഞ്ഞു. ഇത് തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒന്ന് ഡെഫിനിഷനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്ന ആവറേജ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കൽ ഇൻ എ മെറ്റീരിയൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ കാരിയേഴ്സിന് ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു, നമ്മൾ ഫോർമുല എന്നാൽ ഡെറൈവ് ചെയ്താണ്, കാരിയേഴ്സ് വിൽ ഗെയിൻ എ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇഫ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ന് പറയുന്നത് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂ മൊബിലിറ്റി. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്ന ടേം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്തതാണ് ആ ഫോർമുല. മൊബിലിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഫോർ യൂണിറ്റ് വോളിയം ഈസ് നോൺ ആസ്, ഫോർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് ദ മൊബിലിറ്റി ഓഫ് ദ ഇലക്ട്രോൺ. സോ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബിലിറ്റിയുടെ മ്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, വി ഡി ഡിവൈഡഡ് ബൈ ഇ. സോ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, 1 യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ കാരിയേഴ്സിനുണ്ടാകുന്ന വെലോസിറ്റിയെയാണ് നമ്മളുടെ മൊബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഫോർ എ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ്, നോട്ട് ഓൺലി ഫോർ ഇലക്ട്രോൺ, ഫോർ ഹോൾസ് ഓൾസോ. സോ വി ഡി പെർ ഇ ആണ് ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ കണ്ടക്ടിവിറ്റിയുടെ ഫോർമുലയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കണ്ടക്ടിവിറ്റി ഈസ് റിലേറ്റഡ് ടു മൊബിലിറ്റി. ഒരു സെമി കണ്ടക്ടർ സ്പെസിഫനിൽ പി നമ്പർ ഓഫ് ഹോൾസും എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ടോട്ടൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ഡ്യൂ ടു ഇലക്ട്രോൺസ് പ്ലസ് കണ്ടക്ടിവിറ്റി ഡ്യൂ ടു ഹോൾസ് ആണ്. കണ്ടക്ടിവിറ്റി ഡ്യൂ ടു ഹോൾസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും സെപ്പറേറ്റ് ഫോർമുല നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. സോ ക്യൂ എൻ മ്യൂ എൻ ഇൻറ്റു ഇ ആണ് സിഗ്മ എൻ എന്ന് പറയുന്നത്. അതുപോലെ ക്യൂ പി മ്യൂ പി ഇൻറ്റു ഇ ആണ് എന്താണ് ജെ പി എന്ന് പറയുന്നത്. സോ ഈ ഫോർമുല നമ്മൾ ക്യൂ ഇൻറ്റു എൻ മ്യൂ എൻ പ്ലസ് പി മ്യൂ പി ദ ഹോൾ ഇൻറ്റു ഇ, അതാണ് നമ്മളുടെ ഇ ഇല്ല, അത് കറണ്ട് ഡെൻസിറ്റിയുടെ ഫോർമുലയാണ്. ഇതാണ് നമ്മളുടെ ടോട്ടൽ കണ്ടക്ടിവിറ്റി സിഗ്മ എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, സോ ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ ആണ്. സോ കറണ്ട് ഡെൻസിറ്റിയുടെ ഫോർമുലയിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യൂ ഇൻറ്റു എൻ മ്യൂ എൻ പ്ലസ് പി മ്യൂ പി ഇൻറ്റു ഇ എന്ന് എഴുതിയാൽ മതി. സോ കണ്ടക്ടിവിറ്റിയുടെ ഫോർമുല മാത്രമേ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ കണ്ടക്ടിവിറ്റി ഓഫ് എ കാരിയർ ഓർ ഓഫ് എ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുലയാണ് ഓർത്തിരിക്കേണ്ടത്. ക്യൂ ഇൻറ്റു എൻ മ്യൂ എൻ പ്ലസ് പി മ്യൂ പി എന്നാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, സോ ഇനി നമ്മളുടെ മെറ്റീരിയൽ ഇൻട്രിൻസിക് മെറ്റീരിയൽ ആണെങ്കിൽ, ഇതൊരു ഫോർമുല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നലെ ഓർത്തിരിക്കാൻ പറയാൻ വിട്ടുപോയതാണ്. ഇൻട്രിൻസിക് മെറ്റീരിയലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ഹോൾസിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അതിന് നമ്മൾ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ NI എന്നാണ് വിളിക്കുക. സോ ഈ ഫോർമുലയിലേക്ക് വരുമ്പോൾ ഈ ഇൻട്രിൻസിക് മെറ്റീരിയൽ പുവർ സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് എന്നും പിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് NI എന്ന് കൊടുക്കാം. സോ അതുകൊണ്ട് ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു NI, എൻ പി ഈക്വൽ ആയതുകൊണ്ട് NI വരും. നമുക്ക് പുറത്ത് വരുമ്പോൾ ക്യൂ NI ഇൻറ്റു മ്യൂ എൻ പ്ലസ് മ്യൂ പി, ഇതായിരിക്കും നമ്മളുടെ ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ ഫോർമുല. സോ സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ NI ഇൻറ്റു മ്യൂ എൻ പ്ലസ് മ്യൂ പി ആണ് ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ഫോർമുല ന്യൂമറിക്കൽസ് നമുക്ക് ആവശ്യം വരും. അതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് N ഈക്വൽ ടു P ഈക്വൽ ടു NI ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്തോ. ഇനി കമ്മിങ് ബാക്ക് ടു ടുഡേയ്സ് ടോപ്പിക്, ഈ മൊബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 പാരാമീറ്റർ, ഇമ്പോർട്ടൻ്റ് 2 പാരാമീറ്ററാണ് നമ്മൾ സെമി കണ്ടക്ടർ സ്പെസിഫിൻ്റെ ടെമ്പറേച്ചറും പിന്നെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡോപ്പിംഗ് കോൺസെൻട്രേഷനും. ഓക്കെ, എത്ര ലെവൽ ഡോപ്പിംഗ് അവൈലബിൾ ആണ് എന്നതിനനുസരിച്ച് ഇതിൻ്റെ സെമി കണ്ടക്ടറിൻ്റെ മൊബിലിറ്റി മാറും. ഓക്കെ, സോ കണ്ടക്ടേഴ്സിൻ്റെ മൊബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 പാരാമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറും പിന്നെന്താണ് ഡോപ്പിംഗ് കോൺസെൻട്രേഷനുമാണ്. സോ ദാറ്റ് ഈസ് അവർ ടോപ്പിക്സ്. ലെറ്റ് സ്റ്റാർട്ട്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുന്നു ദ റീസൺ ഫോർ ദ മൊബിലിറ്റി ചേഞ്ചസ് ഇൻ ആർ സ്കാറ്ററിങ്. ഒരു മെറ്റീരിയൽ കൂടിയുള്ള മൊബിലിറ്റി, നമ്മൾ ഒരു സെമി കണ്ടക്ടർ സ്പെസിമെൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ കൂടി കാരിയേഴ്സ്
ട്രാൻസ്പോർട്ട് ഉണ്ടാവും നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ. ഇലക്ട്രിക് ഫീൽഡ് അപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാരിയേഴ്സ് മൂവ് ചെയ്യും. ക്യാരിയേഴ്സ് മൂവ് ചെയ്യുമ്പോൾ അതിന് ഡിഫറൻറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ ഡിഫറൻറ്റ് മൊബിലിറ്റി ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിംഗ് ഈസ് നത്തിങ് ബട്ട് കൊളീഷൻ വിത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പോൾ 2 തരം കൊളീഷനാണ് നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ആ കൊളീഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആദ്യത്തെ കൊളീഷൻ എന്ന് പറയുന്നത് കൊളീഷൻസ് ഓൺ ലാറ്റിസ് പോയിൻറ്റ്സ്. നമ്മളുടെ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയൈ അല്ലെങ്കിൽ ആ സബറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള കൊളീഷൻസ് ആണ് കൊളീഷൻസ് ഓൺ ലാറ്റിസ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മളതിനെ ഫോനോൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഓർ വൈബ്രേഷൻ. സോ ലാറ്റിസ് വൈബ്രേഷനിൽ ഉണ്ടാകുന്ന കൊളീഷനെ നമ്മൾ ഫോണോൺ എന്ന് വിളിക്കും. സോ ഈ റീസൺ കൊണ്ട് ക്യാരിയേഴ്സിൻ്റെ മൊബിലിറ്റി വ്യത്യാസം വരാം. ഓക്കെ, അടുത്ത കൊളീഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? കൊളീഷൻ ഓൺ അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റി. ഇതാണ് 2 സ്കാറ്ററിങ്ങിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ക്യാരിയേഴ്സിൻ്റെ മൊബിലിറ്റി വേരി ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് 2 തരം സ്കാറ്ററിംഗ് ആണ്, 2 തരം കൊളീഷൻസ് ആണ്. കൊളീഷൻസ് ഓൺ ലാറ്റിസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫോണോൺ ലാറ്റിസ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ കൊളീഷൻസ് ഓൺ അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെമ്പറേച്ചറിനും കോൺസെൻട്രേഷനും ഈ 2 പാരാമീറ്റേഴ്സിനെ, ഈ 2 ഫാക്ടേഴ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നൊരു ഡിസ്കഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഓരോ മെറ്റീരിയലിനും ഈ 2 പാരാമീറ്റേഴ്സിൻ്റെ എഫക്റ്റ് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. സോ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ മൊബിലിറ്റി. സോ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ മൊബിലിറ്റി നോക്കാം. സോ മൊബിലിറ്റിയുടെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ കൊളീഷൻ ഓൺ ലാറ്റിസ് പാരാമീറ്ററും ആൻഡ് കൊളീഷൻസ് ഓൺ അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റിയും ആയിരിക്കും. സോ രണ്ട് രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ ഈ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഒരു സെമി കണ്ടക്ടർ സ്പെസിഫിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമി കണ്ടക്ടറിലെ ലാറ്റീസ് പോയിൻറ്റ്സിലെല്ലാം ആ സെമി കണ്ടക്ടറിൻ്റെ പേരൻ്റ് ആറ്റംസ് ഉണ്ടായിരിക്കും. ഈ ആറ്റംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ആറ്റം മറ്റൊരു ആറ്റത്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ്. ഇതെല്ലാം ഒരു കണക്റ്റഡ് ബോണ്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾക്കതിനെ ഒരു സ്പ്രിംഗ് മെക്കാനിസം വഴി റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ രീതിയിൽ ഓരോന്നും തമ്മിൽ ഇങ്ങനെ ഒരു കണക്റ്റീവ് ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിന് ഒരു കൊളീഷൻസ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഹോൾ സിസ്റ്റത്തിന് അഫക്റ്റ് ചെയ്യും. അത് കംപ്ലീറ്റ് ഒരു വൈബ്രേഷനിലേക്ക് മാറും. ഓക്കെ, സോ ആറ്റംസ് അല്ലെങ്കിൽ നമ്മൾ സെമി കണ്ടക്ടർ സ്പെസിമെൻ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ ആറ്റംസ് എല്ലാം എനർജി ഗെയിൻ ചെയ്യും. ദേ വിൽ ഗെയിൻ എനർജി ഫ്രം അവർ ടെമ്പറേച്ചർ. നമ്മളതിനെ തെർമൽ എനർജി എന്നാണ് വിളിക്കുക. ഓക്കെ, തെർമൽ എനർജി. സോ തെർമൽ എനർജി കൊണ്ട് ഈ ആറ്റംസ് എല്ലാം അതിൻ്റെ എനർജിയുടെ ലെവൽ അനുസരിച്ച് അതിൻ്റെ വൈബ്രേഷൻസ് ലെവൽ മാറും. സോ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ തെർമൽ എനർജി ഗെയിൻ ചെയ്യുന്ന തെർമൽ എനർജിയും ഇൻക്രീസ് ചെയ്യും. Okay, so thermal energy increase ചെയ്യുമ്പോൾ the more the thermal energy the atoms are receiving, more will be the vibration. More will be the vibration of lattice points. So more vibrations വരുമ്പോൾ ഈ വൈബ്രേഷൻ സ്പ്രിങ്ങിനിടയിലൂടെ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൊളീഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. സോ കൊളീഷൻ ടൈം, കൊളീഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ വൈബ്രേഷൻ കാരണം കൊളീഷൻ മീൻ ടൈം ബിറ്റ്വീൻ കൊളീഷൻ ഡിക്രീസസ്. മീൻ ടൈം നമ്മളുടെ സിമ്പിൾ അതിൻ്റെ ടോ ആണ്. ബിറ്റ്വീൻ ദ കൊളീഷൻസ് ഡിക്രീസസ് അല്ലെങ്കിൽ കൊളീഷൻ എന്ന് പറയുന്നത് മോർ ഫ്രീക്വൻറ്റ് കൊളീഷൻസ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ മീൻ ടൈം ബിറ്റ്വീൻ കൊളീഷൻ ഡിക്രീസസ്. സോ കോൺസെപ്റ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ തെർമൽ എനർജി ഇൻക്രീസ് ചെയ്യും. തെർമൽ എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻസ് ലാറ്റിസ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫോണോൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഫോണോൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻറ്റ് അതായത് സഡൻ കൊളീഷൻസ് ഈ ഇലക്ട്രോൺസിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് ചെയ്യുന്ന കൊളീഷൻസ് കറസ്പോണ്ടിങ് ആയിട്ട് മീൻ ടൈം ബിറ്റ്വീൻ ദ കൊളീഷൻസ് ടോ ഡിക്രീസ് ചെയ്യും. സോ ടോ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ച മൊബിലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊബിലിറ്റിയുടെ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ക്യൂ ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ എം സ്റ്റാർ ആണ് മൊബിലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ അനുസരിച്ച് ടോ എന്ന് പറയുന്ന പാരാമീറ്റർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്താണ് ഡിക്രീസ് ചെയ്യാണ്. അതിൻ്റെ അർത്ഥം ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മൊബിലിറ്റി ഡിക്രീസസ്. ഇതാണ് അവൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ ആദ്യത്തെ പാരാമീറ്റർ കൊണ്ടുള്ള മൊബിലിറ്റി വേരിയേഷൻ മാത്രം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ വേഴ്സസ് മൊബിലിറ്റി നമ്മൾ പ്ലോട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ എടുക്കുന്നു എന്ന് വിചാരിക്കുക, ഇവിടെ നമ്മൾ മൊബിലിറ്റി മാർക്ക് ചെയ്യുന്നു വിചാരിക്കുക. സോ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അപ്പോൾ ലോ ദ ടെമ്പറേച്ചർ മോ വിൽ ബി ദ
what you say mobility. So mobility ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിന്ന് ഇങ്ങനെ ഫോളോ ഓഫ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ആ മൊബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് thermal energy increases, more will be the lattice vibration, more will be the lattice vibration means more will be the phonon. So we mean time between the collisions. More vibrations ആകുമ്പോൾ ഇവിടെ ഒരു വൈബ്രേഷൻ ഇല്ല എങ്കിൽ കൊളീഷൻ ഇല്ല. വൈബ്രേഷൻ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ കൊളീഷൻ ടൈം വിൽ ഡിക്രീസ്. കൊളീഷൻ ടൈം ഡിക്രീസ് ചെയ്യുമ്പോൾ മൊബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊളീഷൻ ടൈം ടോ. അതുകൊണ്ട് മൊബിലിറ്റി ഡിക്രീസ് ചെയ്യും. സോ മൊബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ആദ്യത്തെ എഫക്റ്റ് കൊണ്ട് നമ്മൾ അതിനെ മൊബിലിറ്റി ഡ്യൂ ടു ഫോണോൺ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂ ഫോണോൺ എന്ന് പറയുന്ന പാരാമീറ്റർ ഈസ് ഡിക്രീസിങ്. ഇത് നമ്മൾ മ്യൂ ഫോണോൺ അല്ലെങ്കിൽ ലാറ്റിസ് വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റി ചേഞ്ചിനെ മ്യൂ ഫോണോൺ റെപ്രസെൻറ്റ് ചെയ്താൽ മ്യൂ ഫോണോണിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് ഈ ഡിക്രീസിങ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മൊബിലിറ്റി കുറയുന്നതായിരിക്കും. സോ എക്സ്പെരിമെൻ്റലി പ്രാക്ടിക്കലി ഈ റിലേഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ മൊബിലിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ. അതായത് T⁻³ ആണ്. ഇത് ഫോളോ ചെയ്യുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് T⁻³ രൂപ. ആ ഒരു ഫാഷനിലായിരിക്കും ഈ വാല്യൂവിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ബിക്കം മോർ കോംപ്ലിക്കേറ്റഡ്. So it's a single line only that is following T⁻³ form. So നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, as temperature increases in a semiconductor, the mobility due to phonon vibration കൊണ്ടുള്ള ലാറ്റിസ് വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും അതിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, ദെൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഡോപ്പിംഗ് മൊബിലിറ്റി കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് കൊളീഷൻ ഓൺ അയനൈസ്ഡ് പാർട്ടിക്കിൾസിൽ ഉണ്ടാകുന്ന കൊളീഷൻ കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റി വേരിയേഷൻ ആസ് ടെമ്പറേച്ചർ വേരിയേഷൻ. അതിൻ്റെ ഒരു ഡിസ്കഷൻ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നു. സോ നമ്മൾ ഇവിടുത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേഴ്സസ് അയനൈസ്ഡ് ഇംപ്യൂരിറ്റി collision. So temperature versus ionized impurity collisions. So ionized impurity collisions എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളുടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കൊളീഷൻ ഒരു അയനൈസ്ഡ് ഡോണർ ആറ്റം ഉണ്ട് എന്ന് വിചാരിക്കുക, Nd+ ഉണ്ട്. ഓക്കെ, ഒരു ഇലക്ട്രോൺ ഇതിൻ്റെ ഡ്യൂറിങ് ഇറ്റ്സ് ട്രജക്ടറി ഇലക്ട്രോണിൻ്റെ മോഷൻ ഇങ്ങനെ വരെയാണ്. സോ ഇലക്ട്രോൺ മോഷൻ ഈ പാത്തിൽ വരുമ്പോൾ Nd+ഓ Na- ആകാം. ഇലക്ട്രോൺ ഇതിൻ്റെ നോർമൽ പാത്തിനെ ഇവിടെ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് വേറൊരു വഴി പോകും. അല്ലാതെ അത് ആ ആറ്റത്തിൽ വന്ന് കൊളൈഡ് ചെയ്യില്ല. അങ്ങനെ ആറ്റത്തിന് ഇലക്ട്രോൺ ഒരിക്കലും ന്യൂക്ലിയസിൽ വന്ന് കൊളൈഡ് ചെയ്യാൻ പറ്റില്ല. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആറ്റം എക്സിസ്റ്റ് ചെയ്യില്ല. സോ അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ പോകേണ്ട പാത്ത് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകും. അതിനെയാണ് നമ്മളിവിടെ കൊളീഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമ്മൾ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ലോ ആണ് എന്ന് വിചാരിക്കുക. അതായത് സെമി കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ആണ് എന്ന് വിചാരിക്കുക. സോ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഈ ഡോണർ ആറ്റംസിൻ്റെ തെർമൽ എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കും. തെർമൽ എനർജി ലോ ആയിരിക്കും. സോ ആറ്റത്തിൻ്റെ അല്ല, ഇലക്ട്രോൺ തെർമൽ എനർജി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ഇലക്ട്രോൺ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എഫക്റ്റിൽ ഇങ്ങനെ വരികയാണ്. ഇലക്ട്രിക് ഫീൽഡ് എഫക്റ്റിൽ ഇങ്ങനെ വരുമ്പോൾ ആ തെർമൽ എനർജി കൊണ്ടുണ്ടാകുന്ന ആ ഇലക്ട്രോണിൻ്റെ എനർജി കുറവായതുകൊണ്ട് ഈ ഡോണർ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഡോണർ ഇംപ്യൂരിറ്റിയുടെ എഫക്റ്റിനെ ഓവർകം ചെയ്യാനുള്ള അതിൻ്റെ എനർജിയും കുറവായിരിക്കും. അതായത് ഇലക്ട്രോൺ ഷുഡ് ഹാവ് ടു സ്പെൻഡ് മോർ ടൈം ഇൻ ദിസ് റീജിയൻ. ഓക്കെ, സോ ഇലക്ട്രോൺ ഷുഡ് ഹാവ് ടു സ്പെൻഡ് മോർ ടൈം ഇൻ ദിസ് റീജിയൻ. അതായത് കുറേ സമയം എടുത്തുകൊണ്ട് മാത്രമാണ് ഇലക്ട്രോൺ ഈ ഡോണർ ഇംപ്യൂരിറ്റി റീജിയനിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുള്ളൂ. അതായത് ഒരു സ്പീഡിൽ വരുന്ന ഇലക്ട്രോൺ ഇവിടെ വരുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ആകും. അതാണ് അവൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദേ വിൽ സ്ലോ ഡൗൺ ഹിയർ because of this donor impurity. So temperature കൂടുകയാണെങ്കിൽ as temperature increase ചെയ്ത് കഴിഞ്ഞാൽ എന്താ അർത്ഥം? തെർമൽ എനർജി ഓൾസോ മോർ. തെർമൽ എനർജി ഓഫ് ഇലക്ട്രോൺസ് ഓൾസോ ഇൻക്രീസസ്. തെർമൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ അർത്ഥം ഈ റീജിയനിൽ വരുമ്പോൾ ഇലക്ട്രോണിന് കൂടുതൽ എനർജി ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ റീജിയനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും. സോ ആ ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസിന് സ്ലോ ഡൗണിന് പകരം എന്ത് ചെയ്യാം? ദേ ക്യാൻ ആക്സിലറേറ്റ്.
They can accelerate there more than the case of low temperature. സോ ലോ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ എനർജി ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഈ റീജിയനിൽ വരുമ്പോൾ ആദ്യത്തെ കേസിൽ സ്പെൻഡ് ചെയ്തതിനേക്കാളും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇലക്ട്രോണിന് ഈ റീജിയനിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും. അതായത് അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ പെട്ടെന്ന് ഈ റീജിയൻസ് പാസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് അർത്ഥം. സോ റീജിയൻ പാസ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളുടെ മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഡോണർ അയോൺ കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റിയുടെ പാരാമീറ്ററിൻ്റെ അല്ലെങ്കിൽ ഡോണർ അയോണിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇലക്ട്രോൺസിന് ഈ റീജിയനിൽ നിന്ന് അല്ലെങ്കിൽ ഈ പോർഷൻസ് പാസ് ചെയ്യാൻ പറ്റും. ലോ ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം കൊണ്ട് ഈ റീജിയനിൽ പാസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം ലോ ടെമ്പറേച്ചറിൽ മൊബിലിറ്റി കുറവായിരിക്കും. മൊബിലിറ്റി reduces. So the concept എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ low temperature electron should have to spend more time near the donor impurities, so mobility reduces. High temperature അതിൻ്റെ ഓപ്പോസിറ്റ് കൺസെപ്റ്റ്. ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ because the electrons are having more energy, they can escape from the effect of these impurity atoms as with less effort. കുറഞ്ഞ എഫർട്ട് കൊണ്ട്, അതായത് they can overcome the barriers quickly, so mobility increases. സോ ആദ്യം പറഞ്ഞ കൺസെപ്റ്റിൽ ലാറ്റിസ് വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കുറയും. ഇവിടെ ഡോണർ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷൻസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ടി ഇൻക്രീസസ് മ്യൂ ഡ്യൂ ടു ആദ്യത്തെ കേസിൽ അത് ഫോണോൺ ആയിരുന്നു. ഇവിടെ നമുക്ക് അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റി അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റി കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മ്യൂ ഡ്യൂ ടു അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റി ഓൾസോ ഇൻക്രീസ്. സോ അതിൻ്റെ ഒരു പ്ലോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടെമ്പറേച്ചർ സ്കെയിലായിട്ട് എടുക്കാം. ഇവിടെ നമ്മൾക്ക് മൊബിലിറ്റി ഡ്യൂ ടു അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. സോ ഈ റീജിയൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് T⁻³ ആയിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. സോ ആദ്യത്തെ കേസിൽ സെയിം പ്ലോട്ടിൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടിയാൽ മൊബിലിറ്റി ഡ്യൂ ടു what you say 1 minute പ്ലോട്ട് ഗ്രാഫ് അങ്ങനെയല്ല വരിക. മൊബിലിറ്റി ഡ്യൂ ടു ലാറ്റിസ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇങ്ങനെ കുറയുന്ന എഫക്റ്റ് ആയിരിക്കും വിത്ത് പാരാമീറ്റർ T⁻³ ഇതാണ് മൊബിലിറ്റി ഡ്യൂ ടു ഫോണോൺ എന്ന് പറയുന്നത്. ലാറ്റിസ് വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റിയാണ് നമ്മളുടെ മൊബിലിറ്റി ഡ്യൂ ടു ഫോണോൺ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ, ഇവിടെ നമുക്ക് മൊബിലിറ്റി ആണെങ്കിൽ സെക്കൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റി കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത് മൊബിലിറ്റിയുടെ പാരാമീറ്റർ ചേഞ്ച് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. സോ ഇതാണ് അതിൻ്റെ ഒരു വേരിയേഷനായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഓക്കെ, സോ ഇതിങ്ങനെ പോവില്ല, ഇതായിരിക്കും അതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ താഴേക്കും മേളിലേക്കും രണ്ട് രീതിയിലായിരിക്കും അതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. ഈ പാരാമീറ്റർ എന്ന് പറയുന്നത് മ്യൂ ഡ്യൂ ടു അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റി, അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് T⁻³ ആയിരിക്കും. സോ ഒരു സൈഡിൽ T⁻³, ഒരു സൈഡിൽ T⁻−3/2. സോ ടോട്ടൽ മൊബിലിറ്റി നമ്മൾ സെമി കണ്ടക്ടർ സ്പെസിഫിൻ്റെ മൊബിലിറ്റി ടോട്ടൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത് മ്യൂ ടോട്ടൽ ആണെങ്കിൽ അതൊരിക്കലും ആഡ് ചെയ്ത് വരുന്ന രീതി ആയിരിക്കില്ല, അതൊരു പാരലൽ എഫക്റ്റ് ആയിരിക്കും അവിടെ വരിക. സോ ഈ മ്യൂ ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 1/μ total is equal to 1/μ due to phonon plus 1/μ due to ionized impurity. ഈ രണ്ടിൻ്റെയും റെസിപ്രോക്കൽ സമ്മിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും നമ്മളുടെ ടോട്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾക്കറിയാം 10Kയും 5Kയും പാരലൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് പറയുന്നത് 5K താഴെ ആയിരിക്കും. സോ ഈ റീജിയനത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ
ഈ ടെമ്പറേച്ചർ ഇവിടുത്തെ മൊബിലിറ്റി ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മൊബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ മൊബിലിറ്റി ഡ്യൂ ടു അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി, ഇവിടെയാണ് മൊബിലിറ്റി ഡ്യൂ ടു വാട്ട് യു സേ ഫോണോൺ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടിൻ്റെയും പാരലായ വാല്യൂ വിൽ ബി ലോവർ ദാൻ ദിസ് വൺ. സോ ടോട്ടൽ മൊബിലിറ്റിയുടെ പ്ലോട്ട് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ സ്കെയിൽ ഇവിടെ മ്യൂ ടോട്ടൽ ഇവിടെ. സോ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ ഈ രണ്ട് വാല്യൂവിൻ്റെ പാരലൽ വാല്യൂ എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറവായിരിക്കും. സോ നമുക്ക് പ്ലോട്ട് കിട്ടുന്നത് ഇവിടെയായിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും അതിൻ്റെ പാരലൽ എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്നത് ഇവിടെയായിരിക്കും. സോ ഈ വേരിയേഷൻ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും എടുത്ത് നോക്കിക്കുമ്പോൾ ഇങ്ങനെ വേരി ചെയ്യുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് ടോട്ടൽ മൊബിലിറ്റി പ്ലോട്ടിൽ വരയ്ക്കാൻ കഴിയുക. സോ അത് മനസ്സിലാക്കണം. ആദ്യം ഇതിൻ്റെ മ്യൂ അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ മൊബിലിറ്റിയും ദെൻ മ്യൂ ഫോണോണിൻ്റെ മൊബിലിറ്റിയും അത് തമ്മിലുള്ള പാരലൽ എഫക്റ്റ് ആയിരിക്കും ഇവിടുത്തെ റെസിപ്രോക്കൽ സം എഫക്റ്റ് ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ രണ്ട് മൊബിലിറ്റിയുടെയും വേരിയേഷൻ നമുക്ക് കിട്ടുക ഈ രീതിയിലായിരിക്കും. സോ ഹൗ ദ മൊബിലിറ്റി ഓഫ് സെമി കണ്ടക്ടർ സ്പെസിമെൻ വേരീസ് ഓൺ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് രീതിയിലും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് how the mobility depends or varies on temperature എന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതേണ്ടി വരും. ആദ്യം നമ്മൾ ഫോണോൺ കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റി വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഡിക്രീസ് ചെയ്യുന്ന എഫക്റ്റ് ആയിരിക്കും. പിന്നെ ഫോണോൺ അല്ല അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റി കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റി വേരിയേഷൻസ് അത് ഇൻക്രീസ് ചെയ്യുന്ന എഫക്റ്റ് ആയിരിക്കും. രണ്ടിൻ്റെയും പാരലൽ ആയിരിക്കും നമ്മളുടെ ടോട്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ പാരലൽ ആയതുകൊണ്ട് ഇതിൽ രണ്ടിൽ ഏതാണോ ചെറുത് അതിനേക്കാൾ താഴെയായിരിക്കും അതിൻ്റെ പാരലൽ വാല്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ ഇക്വലൻ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഓരോ പോയിന്റിലും നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ രണ്ട് ഈക്വൽ ആവുന്ന കേസിൽ അതിൻ്റെ ടോട്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. സോ അതിൻ്റെ അതിൻ്റെ വേരിയേഷൻ്റെ പ്ലോട്ട് പോകുന്ന ഈ രീതിയിലായിരിക്കും. സോ നമ്മൾക്ക് രണ്ട് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻസ് കിട്ടും സെമി കണ്ടക്ടറിന്. ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെ നമ്മൾക്ക് ലോ ടെമ്പറേച്ചർ ഫീൽഡ്, ഹൈ ടെമ്പറേച്ചർ ഫീൽഡ്. പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യും, ദെൻ ആ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ മൊബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഈ രണ്ട് എഫക്റ്റ് നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ സ്പെസിഫിക്കലിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ മൊബിലിറ്റി ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അനുസരിച്ച് ഡോപ്പിംഗ്. സോ മൊബിലിറ്റി വേഴ്സസ് ഡോപ്പിംഗ് ലെവൽ. സോ നമ്മൾ ഡോപ്പിങ്ങിൻ്റെ അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റിയും മൊബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണെന്ന് പറഞ്ഞു. സോ ഡോപ്പിംഗ് ലെവൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന മൊബിലിറ്റിയുടെ വേരിയേഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെയും നമ്മളുടെ മൊബിലിറ്റി വേരിയേഷൻ രണ്ട് പാരാമീറ്റർ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് റീസൺ അല്ലെങ്കിൽ രണ്ട് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഫോണോൺ മൊബിലിറ്റി വേരിയേഷൻ ഡ്യൂ ടു ഫോണോൺ ഓർ ആൻഡ് മൊബിലിറ്റി ഡ്യൂ ടു അയണൈസ്ഡ് ഇമ്പ്യൂരിറ്റി. രണ്ട് എഫക്റ്റാണ് നമുക്ക് ഉള്ളത്. സോ മൊബിലിറ്റി ഡ്യൂ ടു ഫോണോൺ ആൻഡ് മൊബിലിറ്റി ഡ്യൂ ടു അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി ആണ്. ഓക്കെ, സോ കോൺസെൻട്രേഷൻ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ഡിസ്കഷൻ ഇല്ല. കോൺസെൻട്രേഷൻ കൂട്ടിയാൽ സോ ഇൻട്രിൻസിക് മെറ്റീരിയലാണ് നമ്മളുടെ സെമി കണ്ടക്ടർ എങ്കിൽ അതിൻ്റെ അകത്ത് എന്തില്ല, അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി ഇല്ല. സോ അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി ഇല്ല എങ്കിൽ അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റിയും ഇല്ല. സോ നമ്മളെ സെമി കണ്ടക്ടറിൽ കിട്ടുന്ന മൊബിലിറ്റി എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ മൊബിലിറ്റി മാത്രമായിരിക്കും. സോ അയനൈസ്ഡ് മൊബിലിറ്റി ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി നമ്മളുടെ സെമി കണ്ടക്ടറിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ ഡോണേഴ്സ് ഇല്ലാത്ത കേസ് അല്ലെങ്കിൽ അക്സെപ്റ്റേഴ്സ് ഇല്ലാത്ത കേസ് പ്യുവർ സെമി കണ്ടക്ടർ ആണെങ്കിൽ ഈ സെക്കൻഡ് റീസൺ കൊണ്ടുണ്ടാകുന്ന മൊബിലിറ്റിയുടെ ഒരു ആ പാരാമീറ്റർ നമ്മളെ സെമി കണ്ടക്ടറിൽ ഇല്ല. അവിടെ ഫോണോണിൻ്റെ ഫോണോൺ വൈബ്രേഷൻ മാത്രം അല്ലെങ്കിൽ ഫോണോൺ വേരിയേഷൻ മാത്രമേ നമുക്ക് ആ സെമി കണ്ടക്ടറിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ നമുക്ക് ടോട്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ മൊബിലിറ്റി ഡ്യൂ ടു ഫോണോൺ ആയിരിക്കും. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഡോണർ കോൺസെൻട്രേഷൻ പർട്ടിക്കുലർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ആകുന്നത് വരെ നമ്മളുടെ സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മൊബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രിൻസിക് ക്യാരിയേഴ്സ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ വാട്ട് വിൽ യു സേ 1 minute ഒരു പർട്ടിക്കുലർ ക്യാരിയർ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത് വരെ സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മൊബിലിറ്റിയുടെ റീസൺ എന്ന് പറയുന്നത് ഫോണോൺ മൊബിലിറ്റി വേരിയേഷൻ മാത്രമാണ്. സോ അതുകൊണ്ട് നമ്മൾക്ക് ഈ മൊബിലിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ ലെവൽ ആയി കഴിഞ്ഞാൽ 10 power 16, ഇവിടെ 10 power 15, then 10 power
14. So 10 power 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ carrier concentration 10 power 14 ആണ് എന്ന് പറഞ്ഞാൽ പ്യുവർ ഇൻട്രിൻസിക് മെറ്റീരിയൽ ആണ്. പ്യുവർ ഇൻട്രിൻസിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രിൻസിക് റീജിയൻ ആണ്. ദിസ് ഈസ് ഇൻട്രിൻസിക് റീജിയൻ, ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, കാരിയർ കോൺസെൻട്രേഷൻ കൂട്ടുകയാണ്. സോ കാരിയർ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, അതായത് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഈ മൊബിലിറ്റി ഡ്യൂ ടു അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി പാരാമീറ്റർ ഓൾസോ വിൽ കം ഇൻ ടു പിക്ചർ. സോ നമ്മൾക്കറിയാം ടോട്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത് 1/μ ടോട്ടൽ ഈസ് ഈക്വൽ ടു 1/μ ഡ്യൂ ടു ഫോണോൺ പ്ലസ് 1/μ ഡ്യൂ ടു അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി. സോ പെർട്ടിക്കുലർ ഡോണർ ലെവൽ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എത്തുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ മൊബിലിറ്റി ഡ്യൂ ടു അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി ഓൾസോ ഇൻക്രീസസ്. സോ നമ്മൾക്കറിയാം 10Kയുടെയും 5Kയുടെയും പാരലൽ വാല്യൂ എന്ന് പറയുന്നത് 5Kയേക്കാൾ താഴെയായിരിക്കും. അതുപോലെ 20Kയുടെയും 5Kയുടെയും പാരലൽ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടിനേക്കാളും താഴെയായിരിക്കും. ഓക്കെ, ദെൻ വീണ്ടും 50Kയും 5Kയും പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമ്പൈൻഡ് വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് കേസിനേക്കാളും താഴെയായിരിക്കും നമുക്ക് തേർഡ് കേസിലുണ്ടാവുക. സോ നമ്മൾക്ക് ഇത് ആ ഒരു അനാലിസിസ് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ഈ ഡോണർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഈ ഫസ്റ്റ് പാരാമീറ്റർ നമുക്ക് എന്താണ്, മ്യൂ ഡ്യൂ ടു അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ കമ്പൈൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 10Kയും 5Kയും പാരലൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4K ആയിരിക്കും റിസൾട്ട് എന്ന് പറയുന്നത്. 20Kയും 5Kയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3K ആയിരിക്കും കമ്പൈൻഡ്. 50Kയും 5Kയും പാരലൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1K ആയിരിക്കും. അതായത് ഓരോ കേസിലും നമ്മളുടെ ആദ്യത്തെ പാരാമീറ്റർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് സ്റ്റിൽ ദേ സ്റ്റാർട്ട് ടു ഡിക്രീസ്. ഓരോ വാല്യൂവിനും കുറഞ്ഞ് എവരി ഇൻക്രീസ് ഇൻ അയനൈസ്ഡ് ഇമ്പ്യൂരിറ്റി നമ്മൾക്ക് ടോട്ടൽ മൊബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതാണ്. സോ പെർട്ടിക്കുലർ ഡോണർ ഇമ്പ്യൂരിറ്റി ലെവൽ കൂടുമ്പോൾ ഈ ആ പോയിന്റിൽ നിന്ന് നമ്മളുടെ ടോട്ടൽ മൊബിലിറ്റി ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് മൊബിലിറ്റി വേഴ്സസ് മൊബിലിറ്റി വേഴ്സസ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയാനുള്ളത്. സോ ഇത് സിലിക്കൺ മെറ്റീരിയലിലും ജെർമീനിയം മെറ്റീരിയലിലും ദെൻ ഗാലിയം ആഴ്സനൈഡ് ഏത് സെമി കണ്ടക്ടർ എടുത്ത് നോക്കിയാലും ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഈ രീതിയിലുള്ള ഒരു മൊബിലിറ്റി വേരിയേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് മൊബിലിറ്റിയാണ്, ഈ സ്കെയിൽ നമുക്ക് കോൺസെൻട്രേഷനാണ്. ഓക്കെ, സോ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, മൊബിലിറ്റി ഡിക്രീസസ്. അതാണ് നമ്മൾക്ക് മൊബിലിറ്റി വേഴ്സസ് ഡോപ്പിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് മൊബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ്. then ഒരു ന്യൂമറിക്കൽ നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ കണ്ടക്ടിവിറ്റി ഓഫ് പ്യുവർ ജെർമേനിയം ഇഫ് ദ കാരിയർ കോൺസെൻട്രേഷൻ ഈസ് 21 in 10⁻19 per meter cube. Mobility of holes and electrons are 0.4 meter square per volt second and 0.2 meter square per volt second. So mobility തന്നിട്ടുണ്ട്. Mobility of hole mu p is equal to 0.4 meter square. Mobility of electron mu n is equal to 0.2 meter square per volt second. ൻ്റെ പാരാമീറ്റർ തന്നിട്ടുണ്ട്. കാരിയർ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നത് നമുക്ക് 21 × 10⁻19 ആണ്. സോ ക്വസ്റ്റ്യൻ നോക്കുക, ഇത് പ്യുവർ ജെർമേനിയം ആണ്. സോ മെറ്റീരിയൽ ഈസ് ഇൻട്രിൻസിക്. സോ ഇൻട്രിൻസിക് മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, n ഈസ് ഈക്വൽ ടു p, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ഈസ് ഈക്വൽ ടു ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ni, വിച്ച് ഈസ് ഗിവൺ ഹിയർ ആസ് 21 × 10⁻19. ഇതാണ് നമുക്ക് കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ കണ്ടക്ടിവിറ്റി. സോ കണ്ടക്ടിവിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ n പ്ലസ് സിഗ്മ p ആണ്. സോ നമുക്കറിയാം Qn μn പ്ലസ് Qp mu p ആണ് നമ്മളുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ Q × n μn പ്ലസ് p mu p ആണ്. ഇതിനായിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Q × n μn പ്ലസ് p mu p ആണ് നമ്മുടെ ഇക്വേഷൻ. ഇനി എന്നും പിയും ഈക്വൽ ടു ni ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷന് Q × ni × mu n പ്ലസ് mu p എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി ഓഫ് ദ ജെർമേനിയം മെറ്റീരിയൽ, ഇൻട്രിൻസിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് Q, ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.6 × 10⁻19 ni നമുക്ക് തന്നിട്ടുണ്ട് 21 × 10⁻19 പ്ലസ് ആണ് ഇൻറ്റു mu n എന്ന് പറയുന്നത് 0.2 ആണ്. ദെൻ mu p എന്ന് പറയുന്നത് 0.5
4 ആണ്. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻19 പ്ലസ് 19 കൂടി ക്യാൻസലായി പോകും. 1.6 ഇൻറ്റു 21 ഇൻറ്റു 0.2 പ്ലസ് 0.6 0.6 കിട്ടും. ഓക്കെ, സോ ഇത് നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 21 ഇൻറ്റു 0.6 ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന വാല്യൂ എന്ന് 20.16 എന്നായിരിക്കും. 20.16 കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് പെർ മീറ്റർ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ചില കേസിൽ ഒരു ഇൻട്രിൻസിക് മെറ്റീരിയലിന് പകരം വേറെ മെറ്റീരിയൽ തരാം. ആ കേസിൽ ആ രീതിയിൽ നിങ്ങൾ അതിൻ്റെ വാല്യൂസ് റീഅറേഞ്ച് ചെയ്ത് വിടണം. സോ നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് പഠിക്കണം, ദെൻ മൊബിലിറ്റി എന്താണെന്ന് പഠിക്കണം, ദെൻ കണ്ടക്ടിവിറ്റി പഠിക്കണം, മൊബിലിറ്റി കണ്ടക്ടിവിറ്റി ഇത് തമ്മിലുള്ള റിലേഷൻസ് പഠിക്കണം, ദെൻ മൊബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ പഠിക്കണം, ദെൻ മൊബിലിറ്റി വേഴ്സസ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. ഓക്കെ, സോ ഈ 2 ക്ലാസ്സിൽ നമുക്ക് ഈ ഫസ്റ്റ് സെഷൻ നമുക്ക് ഓൾമോസ്റ്റ് തീരാൻ പറ്റും. ഇനിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഹാൾ എഫക്റ്റ് ആണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.